അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്കാണ് കളിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ബൈക്കിലാണെങ്കിൽ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നായിരിക്കും, നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ആ സംഭവം ഇന്നലെ രാവിലെയാണ് വന്നത്. അപ്പം അപ്ഡേഷന് വന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കാർ വന്നിട്ടുണ്ട്, ലംബോർഗിനി സിയാൻ. അതിൻ്റെ നമ്പർ വരുന്നത് 2189 2189 ആണ് അതിൻ്റെ കോഡ്. ഇതാണ് നമ്മുടെ ഈ സിയാൻ. ആ ബുഗാട്ടിക്കാരൻ ഇവിടെ എന്തുവാടാ പരിപാടി? ഇവിടെ വന്നൊക്കെ ഇടിക്കുന്ന. അയ്യോ, ഈ വണ്ടി ഓടിത്തരിക്കും, ഓടിക്കോ. ഈ വണ്ടിക്ക് തീ പിടിച്ചില്ലടാ, അത് കൊള്ളാം. ഇനി ഇത് പൊട്ടിത്തെറിക്കത്തില്ലേ? സാധാരണ ഇങ്ങനെ വണ്ടി അടുത്തുനിന്ന് പൊട്ടിത്തെറിച്ചാൽ. ഇതാണ് അപ്പം നമ്മുടെ ഈ ലംബോർഗിനി സിയാൻ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ഫുൾ ഇൻറ്റീരിയറൊക്കെ കാണിക്കാൻ പറ്റും, എനിക്ക് നോക്കാം. അപ്പോൾ ഇതിന് എല്ലാ കളറും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്, വയലറ്റ് ഉണ്ട്. ഇതെന്തത്? ഓറഞ്ച് ഉണ്ട്, ചുമപ്പുണ്ട്, അത് നിങ്ങൾ കണ്ടല്ലോ. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. വൈറ്റ് കൊള്ളാമല്ലോ, വേണ്ട. മിക്സ് ഒട്ടും കൊള്ളത്തില്ല. പിന്നെ 6GB. എൻ്റെ അമ്മ, ഇത് എന്തുകൂടെ, ഇത് കണ്ണ് വരെ അടിച്ചു പോകും. വിഷയ സാധനം. പിന്നെ നമ്മുടെ നേരത്തെ നിങ്ങൾക്ക് അറിയായിരുന്നു, ഈ ഡോൺ എന്നടിക്കുമ്പോഴത്തേക്കും ഒരു ഡ്രോണായിട്ട് നമ്മൾ സ്പോൺ ആവുന്നതായിരുന്നു. അപ്പം നമ്മളെ കാണത്തില്ല, നമ്മുടെ ക്യാരക്ടറിനെ കാണത്തില്ല. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ ക്യാരക്ടറിനെയും കാണാം. ക്യാരക്ടറിൻ്റെ മുഖമൊക്കെ നിങ്ങൾ കണ്ടു. നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ബോസ്, ഏത് ബോസെന്ന് എഴുതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കി നോക്കാം. ഇൻറ്റീരിയർ നല്ല എന്തത് ഭയങ്കര സ്പീഡിൽ പോകുന്നത്. ഇതിപ്പോൾ എവിടെ? അത് അകത്ത് കയറി നോക്കാം. അപ്പം നല്ല ഒരു സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ സ്വിച്ചുകൾ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സ്പോർട്സിൻ്റെ സീറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. പിന്നെ നമ്മുടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, അതൊരു പുൾസർ. നിങ്ങൾക്കറിയാമല്ലോ പുൾസർ. നമുക്ക് ബാക്ക് അടിക്കണം, നമുക്ക് സൈഡിലുള്ള ഇപ്പം കാണണം. നമ്മൾ ബാക്ക് ഡ്രോൺ ക്യാം ഓഫ് ആണ്. അപ്പം പിന്നെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. 12:16 അടിക്കുമ്പോൾ കണ്ടോ, ചീറ്റ് ആക്ടിവേറ്റഡ് അൾട്രാ സൂപ്പർ ജമ്പ് എന്ന്. നമ്മളിപ്പോൾ നടക്കുന്നു സാധാരണ രീതിയിൽ. നേരത്തെ ഇതുണ്ടായിരുന്നു, പക്ഷെ ഇത് നമ്മൾ നേരെ തറയിൽ വീണ് ചാവുമായിരുന്നു പതിവ്. ഇപ്പം കണ്ട, നമ്മൾ സ്പൈഡർമാനായി. സീനല്ലേ? നമുക്കിങ്ങനെ ചാടി അങ്ങ് പോവാം. ഒരു സ്പൈഡർമാൻ എഫക്റ്റ് ഇപ്പോൾ വന്നു ഇന്ത്യൻ ബൈക്കിൽ. ഓക്കേ, ഇതിന് മണ്ടയ്ക്കോട്ട് ചാടിയാലോ? ഈ എലമെൻ്റൽ പവർ. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും കൂടെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടനും കൂടെ ഓണാക്കിയാൽ നോട്ടിഫിക്കേഷൻ വരും. എടാ കയറിടാ. എന്തത്? ഓക്കെ, നമ്മൾ അതിന് ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ ആണെങ്കിൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വിഷയം അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ എന്തുവാ ഇത്? കോയിനസ് അല്ലേ ഇത്? ഒരു കോയിനസ് അല്ലേ ഇത്? എന്താ അത് അങ്ങനെ ഇട്ടേക്കുന്നത്? ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നു നൈസിന്. കൊല്ലങ്ങോട്ട്. ഓക്കെ, ചത്തു.
ഒരു വെടിക്ക് 2 പക്ഷി. ഇനിയിപ്പോൾ കോയിനസ് എന്ന് പോലീസ് വരും. പോലീസ് എവിടെ? പോലീസ് എവിടാ? എവിടെ പോലീസിനെ കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം, എല്ലാം കാണുമല്ലോ. നമുക്ക് മിസൈൽ എടുത്ത് കയ്യിൽ വെച്ചേക്കാം, കാരണം അവന്മാർ വരുമ്പോൾ ഇന്ന് സംഭവം എന്തുവെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമല്ലേ, അത് കാരണം അവന്മാർക്ക് നമ്മളെ കാണുന്നില്ല. അതാണ്. എടാ പോലീസ്. അയ്യോ വരുന്നതാ, എൻ്റെ അടിയിൽ കൂടെ പോയിക്കോളും. പോലീസ് അലേർട്ടായി. പോലീസ് കണ്ടു എന്ന് തോന്നുന്നു. നമുക്ക് ആ ബുഗാട്ടിയും കൂടെ പൊട്ടിച്ചാൽ ഒരു പോലീസും കൂടെ സ്പോണാവും. എന്ത് സ്പോണായി, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ഔഡി പൊട്ടിയില്ല. പൊട്ടിച്ചിട്ട് എൻ്റെ കാര്യം. ഇപ്പം പൊട്ടങ്ങോട്ട്. എന്തൊരു നിങ്ങൾ കേട്ടോ ആ സൗണ്ട്? കേട്ടോ എനിക്കറിയില്ല. നമുക്കൊരു ഡ്രോണിൻ്റെ എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം അവന്മാർ എന്ത് ചെയ്യുന്നു. അവന്മാർ താണ്ടാ. അയ്യോ ഞാനിതെവിടെ? അവന്മാരിതായി ഇത് ചെയ്യുന്നു നോക്കാം. അവന്മാർ പൊട്ടന്മാർ എന്ത് ചെയ്തവന്മാർ? പോവാ. എവിടെ പോവാ മച്ചന്മാരെ? മച്ചന്മാർക്ക് ഓട്ടിക്കാൻ പോലും അറിയത്തില്ല. ഒക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചിടുന്നു. അങ്ങനെ ഒരു പൊട്ടന്മാർ. പറഞ്ഞിട്ടും കാര്യമില്ല. ഭയങ്കര സൗണ്ട് കേട്ടോ, കുലുകുലൂന്നും പറഞ്ഞ സൗണ്ട്. അല്ല ഇവനെന്തോ ചെയ്യുന്നു? സ്റ്റിയറിംഗ് ഒക്കെ വളച്ചിരിച്ച് വെച്ചേക്കുന്നു. മറ്റേ ഡ്രിഫ്റ്റൊക്കെ അടിക്കുന്നു. എൻ്റെ അളിയ ഇത് എന്തു കൂടെമാർക്ക്. അപ്പം ഞാനാണ് ഇവിടുത്തെ പോലീസ്, കാരണം ഞാൻ പോലീസായി. പക്ഷെ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. പോടാ എൻ്റെ വണ്ടിയൊക്കെ പൊട്ടിത്തെറിയും. നമുക്കപ്പോഴത്തേക്കും ഇറങ്ങാൻ സമയം പോയി തോന്നുന്നു. സമയം ഓക്കെ. നമ്മളിപ്പോൾ അവിടുന്ന് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ചാടിക്കോ. നമ്മൾ കണ്ടാ ആകാശത്ത് നടക്കുന്ന വീരൻ സ്പൈഡർമാൻ. സ്പൈഡർമാൻ. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പാടിയത്. ആരും ഒന്നും വിചാരിക്കരുത്. ഓക്കെ. കയറി. ഇവിടെ ഒരു സ്പൈഡർമാൻ എഫക്റ്റൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യൻ. എടാ ഞാൻ ചാടിക്കൊടുത്തരാ, പോടാ ഞാൻ. കുഴപ്പമില്ല. ഇത് സാധനം പോകുന്നില്ലല്ലോ. സ്റ്റാർ അമ്മമാര് നമ്മളെ കണ്ടില്ലെങ്കിൽ അങ്ങ് പോയിക്കോളും. അതുമെല്ലാം കണ്ടോ നിങ്ങള്? നമ്മൾ ബിൽഡിങ്ങിൻ്റെ അകത്താ. എൻ്റെ അമ്മേ. ഇവിടെ നമുക്ക് ലംബോർഗിനിയുടെ സിയാൻ അങ്ങ് പൊട്ടിച്ചാലോ? അങ്ങ് പോകത്തില്ലെന്ന്. ഓക്കെ, അത് അങ്ങ് പോകത്തില്ല കേട്ടോ. സ്റ്റാർ ഇതുവരെ പോയില്ലല്ലോ. ഇറങ്ങി ചാടിയാലോ? ചാടാം. വാട്ടർ സ്റ്റാർ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വല്ല എന്താണ്
മനുഷ്യന്മാരും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു നിങ്ങൾക്ക്. മനുഷ്യന്മാരും പോയിട്ട് മൃഗങ്ങൾ പോലും ഇല്ല. ഓടാ, നമുക്കെന്നാ ഓടാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് നമ്മുടെ പിന്നെ വേറൊരു വണ്ടിയുണ്ട്. പക്ഷെ എൻ്റെ കോഡ് ഞാൻ മറന്നുപോയി. 8333 നമ്മുടെ BMW M3യും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു കാണും. ഞാൻ അറിഞ്ഞു, പക്ഷേ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. എന്ത് പറയാൻ, 1 മാസം എങ്ങാണ്ടായില്ലേ ഞാൻ പുതിയ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് BMW M3. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞേ ഉള്ളൂ. റോഡിൽ ഇരുന്ന് എന്തോ ഒരു സാധനം എടുത്ത് വണ്ടിയുടെ മണ്ടയ്ക്ക് വെച്ച്. ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നല്ലോ. ചേച്ചി, വണ്ടി എങ്ങനെയുണ്ട്? വിഷയല്ലേ? എന്നുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഞാൻ തരാം. അപ്പോൾ പുതിയ വേറൊരു അപ്ഡേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, അത് ഞാനിപ്പോൾ കാണിക്കാം. നമ്മൾ നേരത്തെ 5-0 ഒക്കെ അടിച്ച് കളഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ചത്തുമായിരുന്നു. ഇപ്പോൾ ചീറ്റ് ആക്ടിവേറ്റഡ് സൂപ്പർ പഞ്ച് കണ്ട. സൂപ്പർ പഞ്ചെന്ന് നമ്മളിങ്ങനെ നിൽക്കണം. എന്നിട്ട് ഫ്രണ്ടിൽ ഒറ്റയടി അടിക്കണം. ഒറ്റയടി അടിച്ചിട്ടും പുള്ളിക്കാർ തെറിച്ചില്ലല്ലോ. അയ്യടാ, സംഭവം ഫ്ലോപ്പായി. അത്ര തന്നെ. അതിങ്ങനെ അല്ലേ പിന്നെ. അയ്യോ, ഇതെന്ത്, ഇത് ഭയങ്കര കുഴപ്പമാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് ഓഫ്. ഇതെന്തോടാ ഇവൻ ഇങ്ങോട്ട് വന്ന് നിർത്തുന്നത്? ഇതോടാ മോനെ, വിഷയമുണ്ടോ? നമുക്ക് സൂപ്പർ ജമ്പ് അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്യാം. അവന്മാരെന്തോടെ കാണിക്കുന്നത്? എടാ, എന്നെയൊക്കെ ഇപ്പോൾ വന്നൊന്ന് പേടിയാകണ്ട എല്ലാത്തിനും. അതാണ് ഞാൻ. നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോവാം. അപ്പം ഇനി ഒരു പേഴ്സണെ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് കാണിട്ടു. പക്ഷെ അത് തെറിച്ചു കൂടെ. നിങ്ങൾ കാണിച്ചു തരാം. എവിടെ ഇനി ആരുണ്ടോ അവിടെ ഞാൻ വണ്ടി നിർത്തും. നോക്കിക്കോ. എടാ, അവിടെ ആരും ഇല്ലേടാ. ദേ നിൽക്കുന്നു. ഓ ചേട്ടാ, ഹലോ ചേട്ടാ. യോ. അയ്യോ, രാവൻ വന്ന് മനഃപൂർവ്വം ഇങ്ങോട്ട് ഇടിച്ചറാ. പക്ഷേ അവൻ ചത്ത് പടം. അവിടെ ഒരു ചേട്ടനും ഉണ്ട്, ഒരു ചേച്ചിയുണ്ട്. നല്ല സ്ഥലം. നമുക്ക് ഈ ചേച്ചിയുടെ പുറകെ കൂടെ ചെന്ന് ഒരു അടി അങ്ങ് ഓടിക്കാം. അടി. എടേ, എവിടെ അടിക്കുന്നേ? കണ്ട, തെറിച്ച് പോയതാണ്ടോ നിങ്ങൾ? അപ്പുറത്ത് അയ്യത്തെത്തിയതങ്ങ്. ചേട്ടാ, പറക്കണോ ചേട്ടാ? ഒരു പറപ്പീര് തരാം. ഇവിടെ പാവൂടാ, തെറിച്ചങ്ങ് അപ്പുറത്ത് അയ്യത്തെത്തി. പിന്നെ നമുക്കൊരു എന്താണ് പറയുന്നത്, ഒരു മിഷൻ ചെയ്താലോ? മിഷൻ ഓരോ റേസിങ് പോലത്തെ ഒരു സംഭവങ്ങൾ ഇതിലുണ്ടല്ലോ. അതാണ്ട് ഈ പ്രോപ്സ് കാര്യം, ഓരോ പ്രോപ്സും വെച്ച്. ഇവനെന്തരടാ ഇവൻ കാണിക്കുന്നത്? ഓടാ വെൻ്റെ പൊന്നു മോനെ. ഓക്കെ, കൊള്ളാം. പെട്ട് എയർപോർട്ടിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത് എന്തിനാണോ എന്തോ. വീണ്ടും അവിടെ തന്നെ. എൻ്റെ പൊന്നെണ്ണ, നമ്മൾ ഭയങ്കര ചാട്ടമല്ലേ. ഇപ്പോൾ ഈ ലംബോർഗിനിക്കാരൻ്റെ ഫ്രണ്ട്. അയ്യോ, ഇതെന്താ ഇത്? ആൾ വരെ പേടിച്ചു പോവുകയാണ്. ചേച്ചി, ഒരു ഇടി വേണോ? ഒരു ഇടി. ചേച്ചി എന്തിനാ ചേച്ചി വെറുതെ നടക്കുന്നത്? ചേച്ചി നടക്കണ്ട. ഇവിടെ നടക്കുന്നരാ. ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ അത് തെറിച്ചു പോയത്. അത് കൊള്ളാം. അവിടെ പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെയോ നിൽക്കുന്നു. അവിടെ ആരൊക്കെയോ ഉണ്ടല്ലോ. അവരെ ഒന്ന് പോയി ഇടിച്ചാലോ? അവർ തെറിച്ചു പോകുമോ എനിക്കറിയത്തില്ല. വാട്ടെവർ, നമുക്ക് ചെയ്തു പോകാം. എനിക്ക് BMW ലംബോർഗിനി സിയാനും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടാ, ഒരു ഇടി വേണോ? ഒരിടി. എന്താടാ, ഇയാളൊരു അനക്കവും ഇല്ലല്ലോ.
അതൊക്കെ ഒരു അനക്കവും ഇല്ലടാ, നമ്മളെ ചമ്മി നാറ്റിച്ചെന്നെ. പിന്നെ നമ്മുടെ നേരത്തെ ഇതെന്താടാ ഫോൺ എടുക്കാൻ പറ്റുന്നില്ലല്ലേ? പുതിയ നേരത്തെ ഒരു അപ്ഡേഷനിൽ വന്ന കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ നമ്പർ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. 646 അടിക്കുമ്പോൾ നമ്മുടെ G-Wagon കാര്യങ്ങൾ വരുന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഡിഫൻഡർ അല്ലേ, ഈ 002 ആയിരുന്നല്ലേ അല്ലേ? അതൊന്നും നോക്കാം. അതാണ്ട് ഇതാണ് നമ്മുടെ ഡിഫൻഡർ. നമ്മുടെ കയ്യിൽ ഇതൊരെണ്ണം ഉണ്ട് കേട്ടോ ആക്ച്വലി. അപ്പം ഇതാണ് G-Wagon. ഞാനൊരു വൈറ്റ് കളർ ഇടാം, അതായിരിക്കും ബെറ്റർ. ഡിഫൻഡർ നമ്മൾ ഓടിച്ചിട്ടുള്ളതാണ്. G-Wagon പക്ഷെ കൊള്ളത്തില്ല കേട്ടോ, ഞാൻ പറയുന്നു. G-Wagon ഒട്ടും കൊള്ളത്തില്ല. വണ്ടിക്ക് ഒറിജിനൽ G-Wagon എന്ന് പറയുമ്പോൾ ഒരു നല്ല വിഷയ സാധനമാണ്. അൺലിമിറ്റഡ് ആൻഡ് പക്ക ആൻഡ് ഫെൻറ്റാസ്റ്റിക് ആൻഡ് ഒന്നും പറയുന്നില്ല, പൊളി സാധനമാണ്. പക്ഷെ ഇതങ്ങനല്ല. ഇത് ഭയങ്കര ഒരുമാതിരി ഒരു ബൊലേറോയുടെ ഒരു കട്ട്. ബൊലേറോയും G-Wagon തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ചാലഞ്ച് ഇങ്ങോട്ട് ചെയ്താലോ? ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോ വട്ടവർ വീഡിയോയും കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്. നിങ്ങളാദ്യം കാണിച്ചായിരുന്നു. പിന്നെ ഇതാണ് ചെക്ക് പോയിൻ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാട്ടവർ, നമുക്ക് എന്തായാലും ചാടിപ്പോയാലോ? നൂബ് തരമൊന്നും. നമുക്ക് ഒരു കള്ളക്കളി കളിക്കാം. എന്ത് പറയുന്നു നിങ്ങൾ? കാരണം ഇത് വണ്ടി ശരിയല്ല. ഞാൻ ഒരു ദിവസം ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി, കണ്ട അങ്ങ് താഴെ പോയത് കണ്ട? ഇതാണ് എൻ്റെ പ്രത്യേകത. കണ്ട ആ വിഷയല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ചിലപ്പോൾ ഇതുവഴിയൊക്കെ ഞാൻ പോവും. അങ്ങനെ ഞാൻ ഒരു വട്ടം ചാലഞ്ച് വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് മറ്റേ ആ വണ്ടിയുടെ നമ്പർ എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു RC അങ്ങ് വിളിച്ചു. KTM RC. KTMൻ്റെ എനിക്ക് ഫേവറേറ്റ് വണ്ടി ഇതാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് എന്തായാലും ഇട്ടേക്ക്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ, അതാണ്. ഓക്കെ, ബൈ, ഹാവ് എ ഗ്രേറ്റ് ടൈം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടി ഭയങ്കര കുഴപ്പം. വണ്ടിക്ക് ഒരു അനുസരണ ഇല്ല. വണ്ടി തെറ്റി കളിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി അങ്ങ് മാറ്റി. ഇങ്ങനാണെങ്കിൽ ഇപ്പോഴങ്ങ് ഐഡിയ തീരത്തില്ലല്ലേ എനിക്ക് തോന്നുന്നു. ബട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കും, ഞാൻ നടന്ന് കളിക്കുന്നത്. ഇതിൽ ബൈക്ക് വെച്ചാണ് നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ആക്കേണ്ടത്. ബട്ട് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ നടന്ന് കളിക്കും. ബൈക്കിൽ പോവും, ചിലപ്പോഴെങ്ങാനും പോവും. ഞാൻ ഇതുവഴിയൊക്കെ നടന്നു പോകാറുണ്ട്, ഈ മതിൽ വഴി. ഞാൻ പിന്നെ ഈ വണ്ടിയൊക്കെ സ്റ്റീൽ ചെയ്യുന്ന ആളായതുകൊണ്ട് മതിൽ കടാനൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് മതിലിൻ്റെ വെടി കൂടെയൊക്കെ നടക്കാൻ ആർക്കും അറിയത്തില്ലേ. ഇപ്പോൾ ഒരു മതിൽ കഴിഞ്ഞു, രണ്ടാമത്തെ മതിൽ തീരാറായി. അയ്യോ, എനിക്ക് വെടിയാന്നേ. രണ്ടാമത്തെ മതിലും അങ്ങനെ കഴിഞ്ഞില്ല. മൂന്നാമത്തെ മതിൽ അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇങ്ങനെ നടന്ന എപ്പോഴത്തേനാണോ എന്തോ. കേറ്, ഓടിക്കേറ്. ഓ, കേറി. ഫൈനലി നമ്മൾ എത്തി. നമുക്ക് നമ്മുടെ സ്വന്തം KTM വിളിക്കുന്നു. ചെക്ക് പോയിൻ്റ് എടുക്കണേ. എങ്ങനെയൊക്കെയോ ഇവിടെ വന്നയാ. ചെക്ക് പോയിൻ്റ് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞാൽ വളരെ 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 അധികം മോശമാണ്. ഓക്കെ, ചെക്ക് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഒരു സംഭവമായ ബഹുലയോ അതായത്
ബഹുലമായ ഒരു സംഭവമാണിത്. അപ്പം ഈ സംഭവമാണ് സംഭവം. അപ്പം ഇങ്ങനെ ചാടി കളിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ പരിപാടി. നിങ്ങൾക്കറിയായിരിക്കും ഇങ്ങനെയൊക്കെ ചാടുന്നത് ഇച്ചിരി ടഫാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ബൈക്കിൽ ഞാനൊന്നും പറയുന്നില്ല, നല്ല ടഫാണ്. അപ്പം ഇവിടെ ഞാൻ ബൈക്ക് ഞാൻ ഇവിടെ ഒന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നിർത്തും. കാരണം ഇവിടെ വന്നിട്ടുള്ളത് പോലെ തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് അവിടെ പോയി നടന്നു പോവാം. അയ്യോ എന്തിനാടാ അവിടെ കയറുന്നത്? വട്ടവർ വീണ്ടും 12:10. ഇനി നമ്മൾ സൂക്ഷിക്കണം, ചെക്ക് പോയിൻ്റ് ഇല്ല. അതാണ് ഏറ്റവും വലിയ നഷ്ടമായ ഒരു കാര്യമെന്ന് നമുക്ക് പറയാം. പക്ഷെ ചെക്ക് പോയിൻ്റ് നമ്മുടെ കൺമുൻപിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ബട്ട് ഇവിടെ ഒരു മതിലുണ്ട് ഗൈസ്, മതിൽ. ഓക്കെ, ചെക്ക് പോയിൻ്റ് കിട്ടി. ഇത് നമുക്ക് നടന്നൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു നടന്നു ബൈക്കിൽ പോയാൽ ഈ വർഷമൊന്നും കംപ്ലീറ്റ് ആക്കത്തില്ല ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ നടന്നങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. ഞാൻ നടന്നങ്ങ് കംപ്ലീറ്റ് ചെയ്യും, സിമ്പിൾ. ഞാൻ ഒരു ദിവസം ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഭയങ്കര നേരം എടുക്കുമെങ്കിലും അങ്ങ് എത്തും. ഒരെണ്ണം ഒരു ഇത് കഴിഞ്ഞു, ഒരു റൗണ്ട് സാധാരണ. അയ്യോ ഇപ്പം വീണനെ. ഞാൻ അങ്ങ് വീണയാടെ. വീണിട്ട് ഞാൻ അവിടെ ഇരുന്ന്, എന്തോ ഭാഗ്യം ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സമയം ഭയങ്കര കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? ഈ റൗണ്ട് അങ്ങ് കഴിയിട്ടെന്ത് എനിക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തെക്ക് വടക്ക് പോയി കിടക്കും. ഭയങ്കര പാടാണ് കേട്ടോ. അയ്യോ മൂലക്കായിരിക്കുന്നത് സൂക്ഷിച്ചൊക്കെ വേണം പോകാൻ. ഇവിടെ നിൽക്ക്. അവിടെ നിൽക്ക്. എത്ര നേരമായി? 22 മിനിറ്റോ? ഓ അങ്ങോട്ട് നടക്കങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെന്താണ്, ഇനി നമ്മൾ വേറൊരു സംഭവം കാണിക്കാൻ പോകുന്നത്. കളിയാക്കരുത്, ഞാൻ അത്രയ്ക്ക് പ്രോ അല്ല. അതുകൊണ്ടാണ് ഞാൻ ജെറ്റ് പാക്കൊക്കെ വിളിച്ചത്. എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? കാരണം ഞാൻ ഇവിടം വരെ ഞാൻ ഒരു ദിവസം ബൈക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നടന്നല്ലേ വരുന്നത്. ഇപ്പം ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നടന്നു വന്നത്. ഇവിടെ ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഓക്കെ, ഞാൻ ഇവിടെ വന്ന് ബൈക്കിൽ ഞാൻ വന്ന് വീണിട്ടുണ്ട്. അതാണ് രസമായ രസം. നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. അയ്യോ ഇവിടം വരെ വന്ന് ഞാൻ ഭയങ്കര സ്പീഡിൽ എന്തോ എടുത്തേ. അയ്യോ പോയനെ. അവിടെ ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ ബ്ലേഡ്. ആ ബ്ലേഡിൽ ഞാൻ ഇങ്ങനെ അടിച്ച് വീണിട്ടുണ്ട് ഒരു ദിവസം. എന്തത്? എൻ്റെ പൊന്നെ, ഇതെന്താണത്? വിഷയം. എനിക്ക് ഇതുണ്ടാക്കിയതിനൊക്കെ എത്ര കഷ്ടപ്പെട്ട് കാണും ഇതുണ്ടാക്കാൻ. ഓ വണ്ടി തെറിച്ചൊക്കെയാണ് വന്നത്. പോട്ടെ, വാട്ടവർ. ഇതിപ്പോൾ എത്രാമത്തെ വണ്ടിയാണ് ഇത്? 10-20 വണ്ടി ഇപ്പോൾ വിളിച്ച്. ഇനി ഞാൻ വിളിക്കത്തില്ല. വണ്ടി കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അയ്യോ ഫ്രണ്ടിലൊന്നും എനിക്ക് കാണുന്നില്ല. ഓക്കെ ഫസ്റ്റ് പേഴ്സണിലിട്ടാണ് ഞാൻ ഇറക്കിയത്. കണ്ടു കാണുമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ.
ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. ഇനി ഇവിടെ വല്ല ചെക്ക് പോയിൻ്റ് ഉണ്ടോ? കാണാൻ വഴിയില്ല. റേസ് തീർന്നു കഴിഞ്ഞ് അതും അറിയത്തില്ല. ഞാൻ കിടന്ന് ഇവിടെ എന്തുവാടാ? ഓക്കെ 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 എന്തുവാടാ വാൾറൈഡാ? അയ്യോ പെട്ട്. പകുതി കാര്യം ഗോവിന്ദ. വാൾറൈഡല്ലേ? അയ്യോ ഇതെന്തൊരു എൻ്റെ പൊന്നിടാവേ. ചേട്ടാ ചെക്ക് പോയിൻ്റ് പോലും ഇല്ലെന്ന് ഞാനേ പറഞ്ഞു. ഇപ്പോൾ കാര്യമില്ല, ചാവാം. ഇവിടെ വെച്ചങ്ങ് വീഡിയോ അവസാനിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ.